നോക്കുന്നത്. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് നമ്മൾ ജസ്റ്റ് പീച്ചി ഡാം വരെ ഒന്ന് പോവാം. എൻ്റെ സൈറ്റിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. സൈറ്റ് നമുക്ക് അവിടെ അടുത്താണ്. സോ നമ്മൾ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ വഴിയെ കാണാം. ഓക്കെ, ഈ പോകുന്ന നല്ല മനോഹരമായിട്ടുള്ള വഴിയാണ് കേട്ടോ. ഇത് നമ്മുടെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഏരിയ ആണ്. അതുകൊണ്ട് നിറച്ച് മരങ്ങളുണ്ട് രണ്ട് സൈഡിലുമായിട്ട്. കുറച്ച് പോഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പീച്ചി ഡാമിൻ്റെയും കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും എൻട്രൻസ് ആണത്. നമ്മൾ അങ്ങോട്ടേക്ക് എത്തി. ഇവിടെ പാർക്കിംഗ് സെക്ഷനാണ്. ഇവിടെ പാർക്കിങ്ങിന് സ്പെസിഫിക് ആയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാനിവിടെ കാണിക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ റേറ്റുകൾ. ഇവിടെ നമുക്ക് ബസ്സസ് അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് ശക്തനിലേക്കുള്ള ബസ്സാണ് കേട്ടോ. പിന്നെ ഇതിലേ നമ്മൾ ഇങ്ങോട്ട് പോയിട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടറൊക്കെ ഉള്ളത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് നമുക്ക് എൻട്രൻസ് ഫീ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും എത്രയൊക്കെ രൂപയാണ് ഞാനതിൽ കാണിക്കാം. നമുക്ക് 40 റുപ്പീസാണ് ടിക്കറ്റിനായത്. ഇതൊക്കെയാണ് അവിടെ നമുക്ക് എന്തൊക്കെ കാണാനുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളത്. ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ ബുഷൊക്കെ ഇവിടെ നല്ലോണം ഉണ്ട്. ഇങ്ങനെ ഒരു ആനിമൽസിൻ്റെ ഷേപ്പിലൊക്കെ ഇങ്ങനെ ബുഷുകൾ ഇങ്ങനെ വെട്ടി നിർത്തിയിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഡാമിൻ്റെ ഇങ്ങനെ ഒരു ടോപ്പ് വ്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവിടെ നടന്ന് നമ്മൾ എത്തുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഡാമിൻ്റെ ഷട്ടർ ഏരിയക്കാണ് എത്തുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ ആണ് ഷട്ടർ ഏരിയ എത്തണം മുന്നേ കേട്ടോ. ഇങ്ങനെയല്ല കാണാൻ. നല്ല വെയിലുണ്ട്. ഇന്ന് രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. കാണുന്നതാണ് അവിടുത്തെ ഗാർഡൻ ഏരിയ. അത് നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോയാലേ അവിടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ നിന്ന് കുറച്ചും കൂടി നടന്നു പോയി നമുക്ക് ഷട്ടേഴ്സിൻ്റെ ആ താഴ്ഭാഗത്തേക്കും കാണാൻ പറ്റും. ഇതും ആ ഗാർഡൻ്റെ വലിയൊരു ഏരിയ ആണ് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്ന് നമ്മൾ പെവിലിയോൺ ടവറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഈ കുലുക്കി സർബത്ത് പിന്നെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് അങ്ങനെയൊക്കെ കിട്ടുന്ന ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. അത് മാത്രമേ ഇവിടെ ഉള്ളൂ. അതാണ് നമ്മുടെ പാവിലിയോൺ ടവർ. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് ചെറിയൊരു സീറ്റിംഗ് സ്പേസ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ചെറിയൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ കൂടി ഉണ്ട് കേട്ടോ. ഈ പെവിലിയോൺ ടവറിലേക്ക് മേലേക്ക് കയറിപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കുലുക്കി സർബത്തൊക്കെ കുടിക്കുകയാണ്. അതിനുണ്ടപ്പോൾ ഇരിക്കാനായിട്ടൊരു ബെഞ്ച്. ഇവിടെ നമുക്ക് ഈ ലെഫ്റ്റിൽ കാണുന്ന ബ്ലോക്കാണ് ടോയ്ലറ്റ് ബ്ലോക്കും പിന്നെ അതുപോലെ ലാക്ടേഷൻ റൂമും ഫെസിലിറ്റീസും ഉണ്ട് അവിടെ. പിന്നെ ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ലെഫ്റ്റിലേക്ക് പോയാലാണ് ഗാർഡനിലേക്ക് നമുക്ക് പോകാനുള്ള സ്റ്റെപ്സ് ഒക്കെ ഉള്ളത്. റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോയ ഈ കുട്ടവഞ്ചി സവാരി ഉള്ളത് കേട്ടോ. നമ്മളപ്പോൾ ഫസ്റ്റ് ഗാർഡൻ്റെ ഏരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടേക്ക് കുറച്ച് ഇറങ്ങി. പക്ഷെ നമ്മൾ ഇവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങിയില്ല കേട്ടോ. നല്ല വെയിലായ കാരണം നമ്മൾ കറക്റ്റ് നല്ലൊരു നൂൺ ടൈമിൽ എത്തിയത്. പാർക്കിൻ്റെ അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു നൂൺ ടൈമിൽ എത്തിയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ചിൽഡ്രൻസൊന്നും ഇല്ല. ഇത് ഡാമിൻ്റെ ഷട്ടേഴ്സിൻ്റെ ഏരിയ ഇവിടെ നിന്ന് കുറച്ച് അടുത്ത് കാണാൻ പറ്റും. ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഗാർഡൻ്റെ അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് എത്താൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. പക്ഷെ അങ്ങനെ പോകാൻ പറ്റുമെന്ന് പറയാണ് ഞാൻ. നമ്മളിപ്പോൾ കുട്ടവഞ്ചി സവാരിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓപ്പൺ ആണെന്നാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും അകത്ത്
താഴോട്ട് കടന്നെത്തുമ്പോഴാണ് ഈ കുട്ടവഞ്ചി സവാരിയുടെ ഈ ഒരു ഏരിയ ഉള്ളത്. നമുക്കൊരു 480 റുപ്പീസാണ് 2 ആൾക്ക് ചാർജ് പറഞ്ഞത് കേട്ടോ. നമ്മൾ പോയില്ല, അതൊരു 1 റൗണ്ട് അടിച്ചു വരും. ആ കാണുന്ന ആ എൻ്റെ കൂടെ ആ ഷെയ്ഡിൻ്റെ ഏരിയയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് 1 റൗണ്ട് 20 മിനിറ്റ്സാണ് ടൈം കേട്ടോ. നമ്മളിപ്പോൾ എന്തായാലും അവിടെ നിന്ന് തിരിച്ചു പോവാണ്. നമ്മൾ വന്നത് അപ്പുറത്തെ വഴി കൂടെയാണ്, ഇതിൻ്റെ നേരെ റൈറ്റ് സൈഡിലുള്ള വഴി കൂടെ. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഉള്ളിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. ഈ വഴി നമ്മൾ നേരെ എത്താം നമ്മുടെ പവലിയോൺ ടവർ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് നമ്മൾ എത്താം. അപ്പോൾ അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ പറ്റും. അതിൻ്റെ ടോപ്പിൽ ചെന്നിട്ട് നമുക്ക് ഡാമിൻ്റെ മൊത്തം വ്യൂ കിട്ടും. നമ്മൾ മേലെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇവൻ്റെ വെയിലുണ്ടെങ്കിൽ കൂടി നമുക്ക് അത്രയും ഇങ്ങോട്ട് ആ ഒരു ഇത് തോന്നുന്നുണ്ടായിരുന്നില്ല, നല്ല കാറ്റുള്ളതുകൊണ്ട് കേട്ടോ. ഇനി മേലെ എത്തിക്കഴിഞ്ഞാൽ സ്റ്റെപ്സ് കുറച്ച് സ്റ്റീപ്പായതുകൊണ്ട് നമുക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, കാരണം നല്ല സ്റ്റീപ്പാണ്, റൈസറൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ മേലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണുമ്പോൾ ഒരു ആശ്വാസം. നല്ലതായിരുന്നു. കണ്ണേട്ട് വന്നില്ല, ഞാൻ മാത്രമാണ് പോയത്. സോറി, ക്ഷീണിച്ചു. നമുക്ക് തിരിച്ചിറങ്ങാം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ പവലിയോൺ ടവറിലേക്ക് കയറുന്നത് നമ്മുടെ ആ ഒരു ചിൽഡ്രൻ പ്ലേ ഏരിയ ഒക്കെ ഉണ്ടല്ലോ ചെറുത്, അവിടെ നിന്നാണ് കയറുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ തിരിച്ച് ഫ്രണ്ട് ഏരിയയിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത് കേട്ടോ. നമ്മൾ അവിടെ വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളതുകൊണ്ട് നിറയെ കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോവാം. പിന്നെ ഇവിടെ വന്നത് ഇപ്പോൾ വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരുള്ളവർക്ക് ഓക്കെയാണ്. തൃശ്ശൂർ വരേണ്ട കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് വന്ന് കാണാൻ. ഡാം മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഗാർഡൻ ഏരിയ കുറച്ച് മാത്രം കാണാനുണ്ട്, വേറെ കൂടുതലായിട്ടും നമുക്കൊന്നും അങ്ങനെയില്ല. ജസ്റ്റ് നമുക്ക് ഒരു 1 hour ഡ്രൈവ് അല്ലെങ്കിൽ ഒരു 2 hour ഡ്രൈവ് ഉള്ളൂന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് പോവാം, ഡാമൊക്കെ ഒന്ന് കണ്ടു പോവാം, അത്ര തന്നെ. ഞങ്ങൾക്ക് ഇനി നമ്മളങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ പോവില്ല. നമുക്കിനി അതിരപ്പള്ളി അങ്ങനത്തെ ഏരിയയൊക്കെയാണ് കുറച്ചും കൂടി പോകാനായിട്ട്, മീൻസ് കുറച്ചും കൂടി കാണാനുള്ളത് കൊണ്ട്. ഇത് നമുക്ക് കുറച്ചൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് പോവാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.